بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിലെ 80 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ആയത്തുകൾ മനുഷ്യൻ മരണശേഷം രണ്ടാമത് ജീവിക്കേണ്ടി വരികയില്ല എന്നതിന് തെളിവായിക്കൊണ്ട് നുരുമ്പിയെല്ലുമായി നബിയുടെ മുമ്പിലേക്ക് വരികയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു ഒരാൾ, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ഈ നുരുമ്പ് എല്ലുകളെ ഇനി ആരാണ് ജീവിപ്പിക്കുക? അതിന് കൊടുത്ത മറുപടി, യുഹ്യിഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ തവണ അതിനെ ആരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു എന്ന് പറയാനാണ് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെട്ടത്. ഇനി അങ്ങനെ മരിച്ചാൽ ജീവിക്കും, മരിച്ച് ഒരാൾ സ്വാഭാവികമായും എല്ലും തോലുമായി കഴിഞ്ഞു, ഉണങ്ങി, അതില്ലാതായിപ്പോയി. ഇനി അത് രണ്ടാമത് എണീറ്റ് വരുമോ? വരും. അത് ദുനിയാവിൽ തന്നെ, ഭൂമിയിൽ തന്നെ അല്ലാഹു തആല നമുക്ക് ചില സമാനമായ പ്രവർത്തനങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് അല്ലദീ ജഅല ലക്കും മിന ശജരിൽ അഖ്ളരി നാറ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലദീ, യാതൊരുവനാകുന്നു അവൻ, ജഅല ലക്കും മിന ശജരിൽ അഖ്ളർ, ജഅല ലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു, മിന ശജരിൽ അഖ്ളരി പച്ച മരത്തിൽ നിന്ന് അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു, നാറൻ തീയിനെ,
ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, അങ്ങനെ അതാ നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചു കൊണ്ടിരിക്കുന്നു. തൂഖിദൂൻ കത്തിക്കുക. ഇതിപ്പോൾ പുതിയ വാക്കൊന്നും ഇല്ല. ഷജർ നമുക്കറിയാം, അഖ്ലർ അറിയാം. ഷജർ മരം, അഖ്ലർ പച്ച. തൂഖിദൂൻ ഔഖദ യൂഖിദു, ഔഖദ കത്തിച്ചു, യൂഖിദു കത്തിക്കും. തൂഖിദൂന നിങ്ങൾ കത്തിക്കുന്നു. വഖൂദുഹന്നാസു വൽ ഹിജാറ എന്ന ആയത്ത് നമുക്ക് പരിചയമുണ്ട്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ വഖൂദ് കല്ലുകളും മനുഷ്യരുമാണ് ഇന്ധനം. വഖൂദ് അതുമായി ബന്ധപ്പെട്ട പദമാണ് ഈ പദവും. തൂഖിദൂന ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, അപ്പോഴതാ നിങ്ങൾ അതിൽ നിന്ന് കത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു മരം വളർന്നു വലുതായി പിന്നീടത് ഉണങ്ങി അത് വിറകായി മാറുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് പിന്നീട് തീ കത്തിക്കാനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒന്നുകിൽ അതാവാം ഇതിൻ്റെ ഉദ്ദേശം. അതല്ലെങ്കിൽ ചില മരങ്ങൾ അതിൻ്റെ കമ്പുകൾ തമ്മിൽ ഉരസിയാൽ അതിൽ നിന്ന് തീ പുറത്തേക്ക് വരും, അതും ഉദ്ദേശിക്കപ്പെടാം. പച്ചമരത്തിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ അതിന് ഏതാണ് എല്ലാ തഫ്സീറും വ്യാഖ്യാനമുണ്ട്. ആദ്യം പറഞ്ഞ വ്യാഖ്യാനവും ഇബ്നു കസീർ റഹിമഹുള്ളാഹ് ആദ്യമായി കൊടുത്തത് ഫസ്റ്റ് പറഞ്ഞ വ്യാഖ്യാനമാണ്. ഒരു മരം പച്ചയായിരുന്നു, പിന്നീട് ഉണങ്ങി, അത് പിന്നെ കത്തിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഇവർ സാധാരണ മനുഷ്യൻ കാണുന്ന ജീവിതത്തിൽ അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. എങ്കിൽ മനുഷ്യൻ നല്ല ഉഷാറായി വന്ന് പിന്നെ മരിച്ച് ഉണങ്ങി ഇനി അതിന് രണ്ടാമത് അതിനെന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. അത് മനുഷ്യൻ തന്നെ ജീവിതത്തിൽ ഇവിടെ കാണുന്ന കാഴ്ചയാണല്ലോ. അതിനുവേണ്ടി കൂടിയാണ് ആ ഒരു ഉദാഹരണം അവിടെ നൽകിയത് എന്നർത്ഥം. അതാണ് അയ്മ ചേർത്തി പറഞ്ഞത്. മയ്യുഹിൽ ഇളാമുഹി റമീം എന്ന് വെച്ചപ്പോൾ ആര് ജീവിപ്പിക്കും നുരിമ്പെ എല്ലുകളെ? അവിടെ കൊൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയവൻ ജീവിപ്പിക്കും. അവനാണ് ഇതും ഇവിടെ സംഭവിപ്പിക്കുന്നത്. ഈ ഒരു സിസ്റ്റം, മരത്തിൽ നിന്ന് ഈ ഒരു തീയുണ്ടാവുക എന്ന സംവിധാനത്തെ ഒരുക്കിയവൻ അല്ലാഹു തആലയാകുന്നു. ആ റബ്ബിനെ പിന്നെ ഒരു ഉണങ്ങിയ എല്ലും നിന്ന് രണ്ടാമത് ഇനി വെല്ലുണ്ടാക്കാൻ പറ്റുമോ എന്ന ചിന്തക്ക് പോലും പ്രസക്തി ഇല്ല. എന്നാൽ അല്ലാഹുവിൻ്റെ ചോദ്യം, അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിർ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അവലൈസല്ലദീ, അവലൈസ അല്ലയോ, അവലൈസ അല്ലയോ, അലൈസ എന്നർത്ഥം. അലൈസ അതാണ് അവലൈസ, അല്ലേ, എന്തല്ലേ? അല്ലദീ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായവൻ അവനല്ലേ, എന്തല്ലേ? ബിഖാദിരിൻ, കഴിയുന്നവനല്ലേ, കഴിവുള്ളവനല്ലേ, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെപ്പോലെ ഉള്ളവരെ സൃഷ്ടിക്കാൻ കഴിയുന്നവനല്ലേ. ഈ ആകാശവും ഭൂമിയും ഒക്കെ പടച്ച ഒരു സൃഷ്ടാവിന് പിന്നെ ഇനിയിപ്പോൾ ഒരു മനുഷ്യനൊന്ന് മരിച്ച് ആ മണ്ണിൻ്റെ ഭാഗമായി മാറിയാൽ ഓനെപ്പോലെ ഒരുത്തൻ അവിടുന്ന് സൃഷ്ടിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ലേ? ഏതിലാക്കും ഉത്തരം പറയാവുന്ന ചോദ്യമാണത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവന് ഒരു മനുഷ്യനെപ്പോലുള്ളവനെ ആ മനുഷ്യൻ പോലല്ല ഒരാദ്യം പഠിച്ചു, ഇരുവൻ മരിച്ച് മണ്ണടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓനെ ഒന്നുകൂടെ അവിടുന്ന് സമാനമായി കൊണ്ടുവരാൻ ഇതൊക്കെ ചെയ്തവന് കഴിയുകയില്ലേ? ബല, ഇല്ലാതെ, കഴിയാതെ. വഹുവ അൽ ഖല്ലാഖുൽ അലീം, വഹുവ അവൻ അൽ ഖല്ലാഖ് നന്നായി സൃഷ്ടിക്കുന്നവനാകുന്നു അവൻ, അൽ അലീം എല്ലാം കൃത്യമായി അറിയുന്നവനുമാകുന്നു അല്ലാഹു തആല. ഓരോ സൃഷ്ടിയെപ്പറ്റിയും നന്നായി അറിയാം. ആ സൃഷ്ടി എന്താണ്, എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആവേണ്ടത് എന്നൊക്കെ റബ്ബിനറിയാം. ഞാൻ സൃഷ്ടി ഒന്ന് ദ്രവിച്ചു പോയാൽ അതിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നു, മണ്ണിൽ എവിടെയുണ്ട്, എല്ലാം അറിയുന്നവനാകുന്നു അല്ലാഹു തആല. അത് മേലെയും പറഞ്ഞു, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം എന്ന് പറഞ്ഞു. അവന് ആദ്യം ഉണ്ടാക്കിയവൻ തന്നെ വീണ്ടും കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു. അതാണ് അല്ലാഹ് മേലെ സൂറത്ത് പറഞ്ഞത്, ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അവരിൽ നിന്ന് ഭൂമി എന്താ ചുരുക്കുന്നത് നമുക്കറിയാം. ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും, ഭൂമി അവരിൽ നിന്ന് ചുരുക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. വഇൻദനാ കിതാബുൻ ഹഫീദ്, എല്ലാം കൃത്യമായി സൂക്ഷിച്ചു വെച്ച രേഖ നമ്മുടെ പക്കൽ
ഉണ്ട് താനും. അപ്പം ഏത് മനുഷ്യൻ, ഏത് ജീവികൾ മരിച്ച് മണ്ണടിഞ്ഞാലും ആ ജീവിയുടെ ഏത് ഭാഗം മണ്ണിൽ എവിടെയുണ്ട് ഇതൊക്കെ അറിയുന്നവനാണ് അല്ലാഹു തആല. ആ റബ്ബിന് പിന്നെ ആ മണ്ണിന് രണ്ടാമതൊന്ന് പുറത്തേക്കെടുക്കാൻ യാതൊരു പ്രയാസവും തന്നെ ഇല്ല. എന്ന് മാത്രമല്ല, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ, ഇന്നമാ അംറുഹു, തീർച്ചയായും അള്ളാഹുവിൻ്റെ കാര്യം, തീർച്ചയായും അള്ളാഹുവിൻ്റെ കാര്യം ഇതാ ഈ പറയാൻ പോകുന്നത് മാത്രമാണ്. അതെന്താണ്? ഇദാ അറാദ ശൈആ, ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ, ശൈഅൻ, വല്ലതും ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അതോട് പറയുക എന്നത് മാത്രമാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ, അല്ലാഹു തആല കാര്യം ഉദ്ദേശിച്ചാൽ അവൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അൻ യഖൂല ലഹു, അതോട് പറയുക എന്നത് മാത്രം. എന്ത് പറയുക? കുൻ, നീ ഉണ്ടാവ് എന്ന് പറയേണ്ടതുള്ളൂ. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അതാണ് റബ്ബിൻ്റെ കാര്യം. അല്ലാതെ സൃഷ്ടിക്കാതെ പറയുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കണ പോലെ അതിനു വേണ്ട എല്ലാ സംവിധാനം ഒരുക്കി, എല്ലാ സന്നാഹം ഒരുക്കി, അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പണിയൊന്നും അല്ലാഹു തആലാക്കില്ല. ഉണ്ടാവട്ടെ എന്നല്ല പറഞ്ഞാൽ, അല്ല ഉദ്ദേശിച്ചാൽ ഫയകൂൻ, അത് ഉണ്ടാകും. അത് അത്രയുള്ളൂ റബ്ബിൻ്റെ കാര്യം. എങ്കിൽ ആ ഒരു കുഞ്ഞെന്ന വാക്കിലൂടെ ആകാശമുണ്ടാക്കിയവൻ, കുഞ്ഞെന്ന ഒരു വാക്കിലൂടെ, ഇറാദത്തിലൂടെ ഈ ഭൂമിയെ ഉണ്ടാക്കിയവൻ, ഈ മനുഷ്യനെ മുഴുവൻ ഉണ്ടാക്കിയവൻ, അവന് പിന്നെ ആ മനുഷ്യനിൽ നിന്ന് മണ്ണിൻ്റെ അടിക്കട് പോയാൽ ഓരോന്നും എണീപ്പിക്കാൻ അവനെക്കൊണ്ട് കഴിയില്ല എന്ന് ആര് പറയും? അതുണ്ടാവില്ല. അപ്പം അള്ളാഹിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, വല്ലതും അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനോട് കുൻ എന്ന് പറയുക, നീ ഉണ്ടാവ് എന്ന് പറഞ്ഞാൽ മതി. ഫയകൂനു, അപ്പോൾ അത് ഉണ്ടാകുന്നതാണ്. ഇതാണ് നമ്മളെ മാലപ്പാട്ടിലൊക്കെ ഷെയ്ഖന്മാരെ പേരിലും വെച്ചത്. മൊയ്തീൻ ഷെയ്ഖും കുൻ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. വല്ലൊരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ ബിരികെ ഉരുവാകുമെന്ന് പറഞ്ഞോവാർ. ഏതെങ്കിലും വസ്തുവിനോട് മൊയ്തീൻ ഷെയ്ഖ് കുൻ എന്ന് പറഞ്ഞാൽ അത് അപ്പടി ഉണ്ടായിത്തീരും എന്ന് മാലയിൽ കാണാം. അതേപോലെ റിഫാഴി മാലയിലും എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലുകിൽ ആകുമതെന്നോവർ. എന്നോട് ഏകൽ ഉടയവൻ തൻ്റെ ഏകൽ, എൻ്റെ ഏകൽ, എൻ്റെ കൽപ്പന ഉടയവൻ്റെ കൽപ്പന തന്നെയാകുന്നു. അതുകൊണ്ട് ആകെ എന്ന് ഞാൻ ചൊല്ലിയാൽ അതങ്ങനെ ഉണ്ടായിത്തീരും. കുൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആകെ, ഉണ്ടാകെ എന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞാൽ അത് അതേപോലെ ആയിത്തീരും. അതില്ലാതെ റബ്ബിൻ്റെ പ്രത്യേകതയായിട്ടുള്ള ഇവിടെ എടുത്തു പറഞ്ഞാണ്. അല്ലാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അതിനോട് കുൻ, നീ ഉണ്ടാവ് എന്ന് പറയൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യം. ഫയകൂനു, അപ്പോൾ അത് ഉണ്ടാകുന്നതാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ. ഫസുബ്ഹാന, അപ്പോൾ എത്ര പരിശുദ്ധനാണ്. അല്ലദീ, യാതൊരുവൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു, മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും സർവാധിപത്യവും എല്ലാ അധികാരങ്ങളും ആരുടെ കയ്യിലാണോ അവനെത്ര പരിശുദ്ധനാണ്. ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സർവ്വ സൃഷ്ടികളുടെയും എല്ലാത്തിൻ്റെയും ആധിപത്യം, അധികാരം ഏതൊരുത്തൻ്റെ കയ്യിലാകുന്നോ അവനെത്ര പരിശുദ്ധൻ. ഓനെക്കുറിച്ചാണല്ലോ ഈ പറയണത്. ഓനെ രണ്ടാം എണീപ്പിക്കാൻ കഴിയില്ല, ആ റബ്ബിന് പങ്കുകാരുണ്ട്, അവന് തുല്യന്മാരുണ്ട് തുടങ്ങിയ ഈ വക സംസാരങ്ങളൊക്കെ ആ റബ്ബിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഫസുബ്ഹാൻ, അവനെത്ര പരിശുദ്ധനാണ്. അത്തരം അഴിബുകളൊന്നും അല്ലാഹു തആലക്കില്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അഴിബല്ലേ, അതൊരു പോരായ്മയല്ലേ. ഇതെല്ലാം സൃഷ്ടിച്ചവന് പിന്നെ അവൻ സൃഷ്ടിച്ച സൃഷ്ടി, ആ സൃഷ്ടി മരിച്ചതിന് ശേഷം രണ്ടാമത് എണീപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പടച്ചവൻ എന്നതിനെന്ത് അർത്ഥമുണ്ട്? അത് അഴിബാണ്, അത് പോരായ്മയാണ്. അള്ളാഹ്ക്ക് അഴിബുണ്ടാവില്ല. അള്ളാഹിൻ്റെ ഖുദ്റത്ത് കാമിലായ ഖുദ്റത്താണ്. അവൻ്റെ ഇൽമ് കാമിലായ ഇൽമാണ്, ഒരു പരിധിയുമില്ലാത്തതാണ്. സൃഷ്ടികളൊക്കെ കാമിലല്ല, നാക്കിസാണ്. സൃഷ്ടികളിലെല്ലാം ഹദ്, പരിമിതിയുള്ളതാണ്. അല്ലാഹു തആലക്ക് ഒരു ഹദ്ദുമില്ല, ഒരു നുക്സാനുമില്ല, ഒരു അഴിബുമില്ല. പരിപൂർണമായി യാതൊരു അതിലും വരമ്പും പരിധിയുമില്ലാത്ത എല്ലാ അർത്ഥത്തിലുമുള്ള സിഫാത്താണ് റബ്ബിനെല്ലാം ഉള്ളത്. അവൻ്റേത് മുമ്പേ ഉള്ളതാണ്, എന്നുമുള്ളതാണ്, അസലിയാണ്, അബദിയാണ്. നമുക്ക് മുമ്പുള്ളതല്ല. നമുക്ക് ഇന്നലെ അറിയാത്ത കാര്യം ഇന്ന് മനസ്സിലാവും, ഇന്ന് അറിഞ്ഞ കാര്യം നാളെ മറന്നു പോകും, ഇന്നലെ കഴിയാത്ത കാര്യം
ഒരു പക്ഷേ ഇന്ന് പറ്റും, ഇന്ന് പറ്റിയ കാര്യം കുറച്ച് കഴിയുമ്പോൾ കഴിയാതായി പോവും. അള്ളാഹു തആലാക്കതില്ല. അള്ളാഹിൻ്റെ കുദറത്തിൽ ഏറ്റവും വ്യത്യാസമില്ല. നമ്മുടെ കുദറത്തിലൊക്കെ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. അറിവിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും, കേൾവിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ കഴിവിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. റബ്ബിൻ്റെ എല്ലാ സിഫത്തും അസലിയാണ്, അബദിയാണ്, മുമ്പേ ഉള്ളതാണ്, എന്നെന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നതുമാണ്. ഒരു സൃഷ്ടിയും സൃഷ്ടിക്കാത്ത കാലത്തും അല്ലാഹ് ഖാലിഖാണ്. ഒരാൾക്കും റിസ്ക് നൽകാത്ത കാലത്തും അല്ലാഹ് റാസിഖാണ്. ഇനി ഒരാളെ മരിപ്പിക്കാനില്ലാത്ത കാലം വന്നാൽ അന്നും അല്ലാഹു തആല മുമീത്താണ്. അല്ലാഹ് പടച്ച റബ്ബിൻ്റെ സിഫാത്തിൽ മാറ്റം വരുന്നില്ല, അതിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്നില്ല. അവൻ്റെ സിഫാത്തൊക്കെ അസലിയും അബദിയുമാണെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. മുമ്പേ ഉള്ളതാണ്, എന്നെന്നും നിലനിൽക്കുന്നതുമാകുന്നു. അങ്ങനെയുള്ള റബ്ബിനെ കുറിച്ചാണല്ലോ ഈ വക വിമർശനങ്ങൾ അവരൊക്കെ ഉന്നയിക്കുന്നത്. ഫസുബ്ഹാൻ, അവനെത്ര പരിശുദ്ധൻ. അല്ലദീ, യാതൊരുവൻ, ബിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു, മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും സർവാധിപത്യങ്ങളും ആരുടെ കയ്യിലാണോ അവനെത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, വ ഇലൈഹി, അവനിലേക്ക് തന്നെയാണ്, തുർജഊൻ, നിങ്ങളെല്ലാം മടക്കപ്പെടുന്നതും. ആ റബ്ബിലേക്ക് മടക്കപ്പെടും. എല്ലാവരും ആ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇലൈഹി, അവനിലേക്ക്, റാജിഊൻ, മടങ്ങുന്നവരാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലുക, മടക്കപ്പെടുക അവനിലേക്കാകുന്നു. ആ റബ്ബിലേക്ക് മടങ്ങും തീർച്ചയാണ്. അവന് കഴിയും എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ, എന്തും ചെയ്യാൻ, എല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്നവനാകുന്നു അല്ലാഹു തആല എന്ന് റബ്ബ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം അവിടെ അവസാനിക്കുന്നു. കേട്ടതിലുപരി പഠിച്ചതിലുപരി അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅൻ. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. سبحانك اللهم وبحمدك.